ഓണമൊക്കെ അല്ലേ, അപ്പം നമ്മുടെ വീട്ടിൽ എല്ലാ വർഷവും ഉപ്പേരി വറപ്പൊരു പതിവാണേ. അന്നേരം ഞാൻ ഇന്ന് കുറച്ച് ലേറ്റായിട്ടാണ് വീട്ടിലോട്ട് വന്നത്. എല്ലാ ആഴ്ചയും ഞായറാഴ്ച ഞാൻ വീട്ടിൽ വരാറുണ്ട്. അന്നേരം ഇന്ന് വന്നപ്പോൾ കുറച്ച് ലേറ്റായിപ്പോയി, ഒരു 12 മണിയൊക്കെ ആയി. അന്നേരത്തേക്ക് നമുക്ക് കുറച്ച് സാധനത്തിൻ്റെ ഒന്നും കാണാനും ഒന്നും പറ്റിയില്ല. നല്ല രസമല്ലേ ഉപ്പേരിയൊക്കെ വറുത്ത് കോരുന്നതും അതിൻ്റെ ചേരുവകളൊക്കെ ചേർക്കുന്നതും. പിന്നെ അത് വറുത്തിടുമ്പം നമ്മൾ കുറേയൊക്കെ അങ്ങ് വയറ്റിലാക്കുമല്ലോ. ഈ മിക്സറിനകത്ത് എന്തൊക്കെ ചേരുവകളാണ് ചേർക്കേണ്ടതെന്ന് ആർക്കെങ്കിലും അറിയണമെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ. നമ്മളിവിടെ ഒരു ഓണത്തിനങ്ങ് നിൽക്കത്തേ ഉള്ളേ. വെളുത്തുള്ളിയും കപ്പലണ്ടിയും പിന്നെ പരിപ്പ് ഇതെല്ലാം എടുത്ത് വെളുത്തുള്ളി നല്ലതായിട്ട് ചതച്ച്, പിന്നെ പരിപ്പ് അതെല്ലാം വറുത്ത്, കപ്പലണ്ടിയും വറുത്ത്. പിന്നെ കപ്പലണ്ടി ഈ പ്രാവശ്യം നമ്മൾ വറുത്ത കപ്പലണ്ടിയാണ് വാങ്ങിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പച്ച കപ്പലണ്ടി വാങ്ങിച്ച് നമുക്കൊരു പണി കിട്ടിയതാണ്, അതങ്ങ് കരിഞ്ഞുപോയി. നമുക്ക് വറുത്തയാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് വറുത്ത് നമുക്ക് കോരിയെടുക്കാമല്ലോ. ഈ വറ്റൽമുളകും കറിവേപ്പിലയും വെളുത്തുള്ളിയും ഒക്കെ ഇട്ട് വറുത്ത് കോരുമ്പോൾ ഒരു മണമുണ്ടല്ലോ, ഒരു പ്രത്യേക മണം. നമ്മുടെ വീട്ടിലെ കറിവേപ്പില തന്നെയാണ് ഇത്. ഇപ്പോൾ ഏകദേശം സമയം ഒരു 3 മണി 3:30 ആയി കാണും. അപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ബാക്കി പരിപാടി തുടങ്ങിയാലോ എന്നൊരു ചിന്ത വന്നിട്ട് നമ്മൾ ചായയൊക്കെ ഇട്ടു. ഒരു ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് പഴയതിനെക്കാട്ടി ഭയങ്കര എനർജിയൊക്കെ വന്ന് നമ്മൾ ബാലൻസ് പരിപാടിയായി മിക്സറിൻ്റെ പരിപാടിയൊക്കെ പിന്നെയും തുടങ്ങി. പിന്നെ നമ്മൾ ഓണത്തിന് ഏതൊക്കെ തരം ഉപ്പേരികളാണ് നമ്മൾ ചെയ്യുന്നതെന്നും എന്തൊക്കെ തരത്തിലുള്ള ഉപ്പേരികളുണ്ടെന്നും എല്ലാം നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങളുടെ വീടുകളിൽ ഏതൊക്കെ ഉപ്പേരികൾ ചെയ്യുമെന്നും. ഇപ്പം നമ്മളിവിടെ ചെയ്തേക്കുന്നത് പക്കാവട, ഡയമണ്ട്, പിന്നെ മധുരസേവ, കേക്ക്, ഉണ്ണിയപ്പം, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ നമ്മൾ ഉണ്ടാക്കി. ശർക്കര വരട്ടി വട്ടം നമ്മൾ ചെയ്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ശർക്കര വരട്ടി ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കോരി മാറ്റി വെച്ച കറിവേപ്പിലയും വറ്റൽമുളകും വെളുത്തുള്ളിയൊക്കെ ഉണ്ടല്ലോ, അതിനകത്തോട്ട് പൊടികൾ മിക്സ് ചെയ്തിടുന്നുണ്ടല്ലോ. അത് എന്തൊക്കെ പൊടികളാണെന്നൊന്നും ഞാൻ കണ്ടില്ലായിരുന്നു. അന്ന് ഞാൻ അപ്പുറം വരെ പോയായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് കായപ്പൊടി ഇടുന്നത് കേട്ടോ. അതാണ് നിങ്ങളതിനകത്ത് കാണുന്ന കായപ്പൊടി ഇട്ട് മിക്സ് ചെയ്ത് വിതറുന്നത്. നമ്മൾ ഈ പാക്ക് ചെയ്യുന്നൊരു 10-25 പേർക്കാണേ. അത് നമ്മുടെ റിലേറ്റീവ്സ് ഉണ്ട്, ഫ്രണ്ട്സ് ഉണ്ട്, അയലത്തുകാരുണ്ട്. ഇവർക്ക് എല്ലാവർക്കും നമ്മൾ ഓരോ പൊതി വീതം എല്ലാത്തിനകത്തും നമ്മൾ കുറേശ്ശെ എടുത്ത് എല്ലാവർക്കും കൊടുക്കുവേ. ആ രാത്രി തന്നെ നമ്മളെല്ലാവർക്കും കൊടുക്കും. എൻ്റെ ഇത് ആദ്യത്തെ ഒരു വീഡിയോ ആട്ടോ. വോയിസ് ഓവറായിട്ടുള്ള എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതിയേ.